1873 അമേരിക്കയിലെ ചിക്കാഗോയിലെ ഒരു ചെറിയ പരീക്ഷണശാലയിലാണ് ഈ വിപ്ലവം പിറക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ഭാഗ്യം തേടി അമേരിക്കയിലെത്തിയ ജെയിംസ് ഹോളിക്, വില്യം ഹോളിക് എന്നീ സഹോദരന്മാർ കണ്ട സ്വപ്നം ലളിതമായിരുന്നു. പക്ഷേ അവർ ആദ്യം തുടങ്ങിയ ബിസിനസ്സുകൾ തകർന്നു വീണു, പണം നഷ്ടപ്പെട്ടു. പക്ഷേ ആശയത്തിൽ അവർ ഉറച്ചു നിന്നു. അക്കാലത്ത് പാലിന് ക്ഷാമമായിരുന്നു. കിട്ടുന്ന പാലാകട്ടെ രോഗാണുക്കൾ നിറഞ്ഞതും പെട്ടെന്ന് കേടാകുന്നതും. കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം കിട്ടാതെ മരിച്ചു വീഴുന്നത് കണ്ട ഹോളിക് സഹോദരന്മാർ ഒരു വാശിയിലായിരുന്നു. ഒരിക്കലും കേടാകാത്ത ഒരു ആഹാരം കണ്ടുപിടിക്കണം. നാടകീയമായ ആ നിമിഷം പിറന്നത് അവരുടെ പരീക്ഷണങ്ങൾക്കിടയിലാണ്. ഗോതമ്പും ബാർലിയും മുളപ്പിച്ച് അതിൽ നിന്ന് സത്ത് വേർതിരിച്ച് പാലിനൊപ്പം ചേർത്ത് അവരൊരു പൊടി ഉണ്ടാക്കി. ആ മാൾട്ട് മിൽക്ക് പൊടിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, അത് ഒരിക്കലും കേടാവില്ല. പക്ഷേ ഇതൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയി വിപണിയിലെത്തിയപ്പോൾ ആരും അത് തിരിഞ്ഞു നോക്കിയില്ല. പണം തീർന്നു, കടങ്ങൾ പെരുകി. ഹോളിക്സ് ഒരു പരാജയമായി മുദ്രകുത്തപ്പെട്ടു. പക്ഷേ കഥ മാറുന്നത് ആർട്ടിക് പ്രദേശം കീഴടക്കാൻ പോയ സാഹസികരുടെ കയ്യിൽ ഈ പൊടി എത്തിയപ്പോഴാണ്. കൊടും തണുപ്പിൽ ഭക്ഷണം കിട്ടാതെ മരണം കാത്തുനിന്ന പര്യവേക്ഷകർക്ക് ഹോളിക്സ് ഒരു അമൃതായി മാറി. ഹിമപാളികൾക്കിടയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ അവർക്ക് കരുത്ത് നൽകിയത് ഈ മാന്ത്രിക പൊടിയായിരുന്നു. താമസിയാതെ ലോകം ആ വാർത്ത കേട്ടു. മരണത്തിന്റെ മുഖത്ത് നിന്നും മനുഷ്യൻ രക്ഷിച്ച പാനീയം. അതോടെ ഹോളിക്സിന്റെ വിധി മാറി. കപ്പലുകളിൽ ദീർഘയാത്ര ചെയ്യുന്നവർക്കും ഒന്നാം ലോക മഹായുദ്ധത്തിലെ ട്രെഞ്ചുകളിൽ ചോരയൊലിപ്പിച്ച് കിടന്ന സൈനികർക്കും ഹോളിക്സ് ഒരേ സമയം ഭക്ഷണവും മരുന്നുമായി. യുദ്ധം ജയിച്ചു മടങ്ങുന്ന സൈനികരുടെ ബാഗുകളിൽ നിന്നാണ് ഹോളിക്സ് ലോകമെമ്പാടുമുള്ള വീടുകളിലേക്ക് പ്രവേശിച്ചത്. ഇന്ത്യയിലേക്ക് സ്വർണ്ണവർണ്ണമുള്ള പൊടിയെത്തിയത് ബ്രിട്ടീഷ് സൈനികരുടെയായിരുന്നു. ആദ്യം ഇതൊരു ആഡംബര വസ്തുവായിരുന്നു. എന്നാൽ 1960കളിൽ അവർ നടത്തിയ ഒരു മാസ്റ്റർ സ്റ്റോക്ക് ഇന്ത്യയിലെ വിപണി മാറ്റിപ്പിടിച്ചു. കുട്ടികളുടെ ഉയരവും ബുദ്ധിയും എന്ന വൈകാരികമായ സന്ദേശം ഇന്ത്യൻ അമ്മമാരുടെ ഉള്ളു തൊട്ടു. ഹോളിക്സ് കുടിക്കാത്ത കുട്ടി പിന്നിലാകുമെന്നൊരു ഭയം വിപണിയിൽ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. ചില്ലുകുപ്പികളിൽ വിരിഞ്ഞ ആ പ്രീമിയം ലുക്ക് എന്ന ആധുനികമായ റീഫിൽ പാക്കറ്റുകളിലേക്ക് വഴിമാറി. വിജയങ്ങളുടെ ഈ കുതിപ്പിനിടയിലും വിവാദങ്ങളുടെ കരിനിഴലുകൾ ഹോളിക്സിനെ വേട്ടയാടി. ഉയരവും ബുദ്ധിയും ശരിക്കും കൂടുമോ എന്ന ശാസ്ത്രീയമായ ചോദ്യങ്ങളും ഉയർന്നു. പഞ്ചസാരയുടെ അമിതമായ അളവിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പടർന്നതോടെ ബ്രാൻഡ് കടുത്ത പ്രതിരോധത്തിലായി. പക്ഷേ ഓരോ പ്രതിസന്ധിയും അവർ പുത്തൻ രൂപങ്ങളിലൂടെ മറികടന്നു. പണ്ട് ചില്ലുകുപ്പികളിൽ വന്നിരുന്ന ഹോളിക്സിന് പരിസ്ഥിതി സൗഹൃദമായ റീഫിൽ പാക്കറ്റുകളിലും സ്ലിം ജാറുകളിലും എത്തി നിൽക്കുന്നു. പാരമ്പര്യമായി ഉപയോഗിച്ചിരുന്ന ആ മഞ്ഞ നിറത്തിലുള്ള ലേബൽ എന്ന ആധുനികമായ ഡിസൈനുകളിലേക്ക് പരിണമിച്ചു. ഇന്ന് 2026-ൽ ഹോളിക്സ് ഒരു പുതിയ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ബ്രിട്ടീഷ് കമ്പനിയായ GSK തങ്ങളുടെ ഈ സ്വർണ്ണഖനി വൻതുകയ്ക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് വിറ്റു. കോംപ്ലാനും ബോൺവിറ്റയും കടുത്ത മത്സരം ഉയർത്തുമ്പോഴും ഇന്ത്യയിലെ ഹെൽത്ത് ഡ്രിങ്ക് വിപണിയുടെ പകുതിയോളം ഇന്നും ഹോളിക്സിന്റെ വിരൽത്തുമ്പിലാണ്. ഓട്സായും ബിസ്ക്കറ്റായും വനിതകൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള പ്രത്യേക വകഭേദങ്ങളായും അത് വേഷപ്പകർച്ച നടത്തുന്നു. ഒരു പരാജയപ്പെട്ട ബിസിനസ്സുകാരന്റെ വാശിയിൽ നിന്ന് തുടങ്ങി ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ച ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കപ്പിലെ മധുരമായി ഹോളിക്സ് തുടരുന്നത് അതിന്റെ ബാർലിയുടെ ഗുണം കൊണ്ടല്ല, മറിച്ച് തലമുറകൾ പകർന്നു നൽകിയ ആ വിശ്വാസത്തിന്റെ സുഗന്ധം കൊണ്ടാണ്.